നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി തൽക്കാലം തുറക്കില്ല. കല്ലറ തുറക്കുന്നതിൽ തീരുമാനം നാളെയെന്നും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് പൊളിക്കാതിരുന്നതെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. കല്ലറ പൊളിക്കാൻ പോലീസ് സന്നാഹത്തോടെ ഉദ്യോഗസ്ഥരെത്തിയത് നാടകീയ സംഭവങ്ങൾക്കാണ് ഇടയാക്കിയത്. കാണാം. കളക്ടറുടെ ഉത്തരവുമായി കല്ലറ തുറന്നു പരിശോധിക്കാൻ പോലീസും ഫോറൻസിക് സംഘവും രാവിലെ സ്ഥലത്തെത്തിയതിന് പിന്നാലെയാണ് നാടകീയ രംഗങ്ങൾ നടന്നത്. സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും കല്ലറയ്ക്ക് മുന്നിലിരുന്ന് പ്രതിഷേധിച്ചു. ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. ഇതിനിടെ ബന്ധുക്കൾക്ക് നോട്ടീസ് നൽകണമെന്നും അവരുടെ ഭാഗം കൂടി കേട്ട ശേഷമേ നിലപാടെടുക്കാവൂ എന്നും കുടുംബത്തിന്റെ അഭിഭാഷകരും ഹൈന്ദവ സംഘടനാ പ്രതിനിധികളും ജില്ലാ ഭരണകൂടത്തോടും പോലീസിനോടും ആവശ്യപ്പെട്ടു. അവര് എല്ലാ ചടങ്ങുകളും നടത്തിയാണ് ഈ സമാധി ഇരുത്തിയിരിക്കുന്നത്. അത് കുത്തിപ്പൊളിച്ചെടുക്കാൻ ഒരു ഭാഗം ആളുകളുടെ ശ്രമം അത് ശരിയല്ല. നോട്ടീസ് കൊടുക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. അത് പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും ആർഡിയോടും പറഞ്ഞിട്ടുണ്ട്, ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഇതിനിടെ കുടുംബത്തിന്റെ അഭിഭാഷകർ വർഗീയ പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് ഒരു വിഭാഗം നാട്ടുകാരും പ്രതിഷേധിച്ച് രംഗത്തെത്തി. ഇതോടെ കല്ലറ തുറന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നാട്ടുകാരും തുറക്കരുതെന്ന് പറയുന്നവരും തമ്മിൽ തർക്കമുണ്ടായി. സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നം ഉടലെടുത്തതോടെ നടപടി നിർത്തിവെക്കാൻ സബ് കളക്ടർ തീരുമാനിച്ചു. പിന്നാലെയാണ് ബന്ധുക്കളെ നെയ്യാറ്റിൻകര സ്റ്റേഷനിലെത്തിച്ച് ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയത്. ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത്. അപ്പം അതിൻ്റെ ഇതിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും ഇതായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ കുടുംബത്തിനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവരെ ഒരു ലീഗൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം അത് നമ്മളൊരു വേറൊരു രീതിയിലെടുത്ത ഡിസിഷനാണെന്നുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ നമ്മളതല്ല, അതിൻ്റെ ഒരു ലീഗൽ ആംഗിൾ ഫാമിലിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അവരുടെ അഡ്വക്കേറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. ഗോപൻ സ്വാമിയുടെ സമാധിയിൽ ബന്ധുക്കൾ പറയുന്നതാണോ പരാതിയിൽ പറയുന്നതാണോ ശരിയെന്ന അന്വേഷണമാണ് നടക്കുന്നതെന്ന് ജില്ലാ ഭരണകൂടം ബന്ധുക്കളെ അറിയിച്ചു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ജില്ലാ ഭരണകൂടം ബന്ധുക്കളെ അറിയിച്ചു. നേരത്തെ ആളെ കാണാനില്ല എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ മക്കളടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പൂജയൊക്കെയായി നടന്ന ഗോപൻ സ്വാമി ഒരു സുപ്രഭാതത്തിൽ മരണപ്പെട്ടെന്ന് നാട്ടുകാരറിയുന്നത് ഈ പോസ്റ്ററിലൂടെയാണ്. വിശ്വാസമോ ആചാരമോ എന്തുതന്നെയായാലും മരിച്ച ഒരാളെ ആരുമറിയാതെ സമാധി ഇരുത്തിയെന്നൊക്കെ പറഞ്ഞാൽ അതിൽ സംശയങ്ങളുണ്ടാവുക സ്വാഭാവികമാണ്. അത് നിയമപരമായി തന്നെ ദൂരീകരിക്കപ്പെടണം. ആറാലുമുട്ടിൽ നിന്നും ജിനുവിനുമൊപ്പം അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല.